Today we are discussing the topic types of HTML elements. HTML elements are mainly classified into structural or semantic elements, list elements, formatting elements, form elements, and media elements. First one is structural or semantic elements. These elements are used to define structure of an HTML document. അതായത് നമ്മുടെ വെബ് പേജിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് സ്ട്രക്ചറൽ ഓർ സെമാൻറ്റിക് എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ, വിച്ച് ഡിഫൈൻസ് ദ കണ്ടൻറ്റ് ഓർ ആർട്ടിക്കിൾ ഇൻ എ വെബ് പേജ്. നെക്സ്റ്റ് അസൈഡ് ടാഗ്, വിച്ച് ഡിഫൈൻസ് ദ കണ്ടൻറ്റ് അതർ ദാൻ ദി കണ്ടൻറ്റ് സ്പെസിഫൈഡ് യൂസിങ് ആർട്ടിക്കിൾ ടാഗ്. Next is details tag, which defines additional details that the user can view or hide. Next is fig caption tag, which is used to add caption to an image added using figure element. അതായത് നമ്മൾ ഫിഗർ ടാഗ് യൂസ് ചെയ്തിട്ട് അതിൽ IMG ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്തു. ആ ഇമേജിന് ഒരു ക്യാപ്ഷൻ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഫിഗ് ക്യാപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫൂട്ടർ ടാഗ്, വിച്ച് ഡിഫൈൻസ് ദ ഫൂട്ടർ ഓഫ് എ വെബ് പേജ്. ഫൂട്ടർ ഇൻഫർമേഷനിൽ നമ്മൾ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെവലപ്പർ ഇൻഫർമേഷൻ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഹെഡർ. ഹെഡർ സ്പെസിഫൈസ് ദ ഹെഡർ ഓഫ് എ ഡോക്യുമെൻറ്റ്. അതായത് വെബ് പേജിൻ്റെ ലോഗോ, വെബ് പേജിൻ്റെ നെയിം, അതൊക്കെയാണ് നമ്മൾ ഹെഡർ ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മെയിൻ ടാഗ്, വിച്ച് ഡിഫൈൻസ് ദി മെയിൻ കണ്ടൻറ്റ് ഓഫ് എ വെബ് പേജ്. നെക്സ്റ്റ് ഈസ് മാർക്ക് ടാഗ്, വിച്ച് ഡിഫൈൻസ് ദ മാർക്ക്ഡ് ഓർ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ഇൻ എ വെബ് പേജ്. അതായത് നമ്മൾ വെബ് പേജിൽ ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാനാണ് മാർക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് nav tag. nav tag is used to define links in a web page. Next is section tag, which is used to divide your web document into different sections. Next is summary tag, which is used to define a heading to the content defined using details tag. അതായത് നമ്മൾ ഡീറ്റെയിൽസ് ടാഗ് യൂസ് ചെയ്ത് ആഡ് ചെയ്ത കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിന് എന്തെങ്കിലും ഒരു സമ്മറി കൊടുക്കണം, അതിന് യൂസ് ചെയ്യുന്നതാണ് സമ്മറി ടാഗ്. നെക്സ്റ്റ് ഈസ് ടൈം ടാഗ്, which is used to define date or time within a web page. അതായത് നമുക്ക് വെബ് പേജിൽ ഡേറ്റ് അല്ലെങ്കിൽ ടൈം ആഡ് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈം. ഇതിൽ സ്ട്രക്ചറൽ ഓർ സെമാൻറ്റിക് എലമെൻറ്റ്സിൽ എല്ലാ ടാഗ്സിനും നിങ്ങൾക്ക് ആ ടാഗിൻ്റെ നെയിമെന്ന് തന്നെ എന്താണ് അത് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അതിനെ സെമാൻറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിസ്റ്റ് എലമെൻറ്റ്സ്. In HTML, there are mainly 3 types of list: ordered list, unordered list, and definition list. The OL tag is used to define ordered list, and UL tag is used to create unordered list. The unordered list is not numbered. The LI tag is used to define the items in a list. The list may be ordered or unordered. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ആണെങ്കിലും, ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും അതിലേക്ക് ഐറ്റംസിനെ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് LI ടാഗ്. നെക്സ്റ്റ് ഈസ് DL ടാഗ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അതായത് നമുക്കൊരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് DL. നെക്സ്റ്റ് ഈസ് DT ടാഗ്, വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ടേം ഇൻ എ ഡെഫിനിഷൻ ലിസ്റ്റ്. Next is DD tag, which is used to define the description given to the terms in the definition list. Okay. Next is text formatting elements. Text formatting elements are used to format the text in a web document. The main formatting tags are B tag, which is used to boldfaces the text. Next is strong tag, which is used to indicate an important text. അതിൻ്റെ എഫക്റ്റ് സെയിം ആസ് ബോൾഡ് ടെക്സ്റ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് I tag, which is used to italicize the text. അതായത് നമുക്ക് കുറച്ചൊന്ന് ചരിഞ്ഞിട്ട് വരണം, നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് ഒന്ന് ചരിഞ്ഞിട്ട് വരണം, അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് I. നെക്സ്റ്റ് ഈസ് EM tag,
ദാറ്റ് മീൻസ് എംഫസൈസ്ഡ് ടെക്സ്റ്റ്. അതിൻ്റെ എഫക്റ്റ് ഐ ടാഗിന് സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഈസ് മാർക്ക് ടാഗ്. മാർക്ക് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ മാർക്ക്ഡ് ടെക്സ്റ്റ്. നെക്സ്റ്റ് ഈസ് സ്മോൾ ടാഗ് which is used to indicate smaller text. Next is del tag which is used to define deleted text. അതിൽ ഡിലീറ്റഡ് ടെക്സ്റ്റ് നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് ഈസ് INS ടാഗ്. ദാറ്റ് മീൻസ് ന്യൂലി ഇൻസേർട്ടഡ് ടെക്സ്റ്റ്. ദ INS ടാഗ് ഈസ് സെയിം ആസ് ദി അണ്ടർലൈൻ ടാഗ് ഇൻ ദി HTML document. Next is SUB. SUB is used to give subscript to a text in a web page. Next is SUP tag. SUP tag is used to give superscript to a text. Next is form elements. What do you mean by form? Which is used to collect information from the user. അല്ലേ, നമ്മളൊരു ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഇൻഫർമേഷൻ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത്. ആ സെയിം പേർപ്പസ് തന്നെയാണ് നമ്മൾ ഈ വെബ് പേജിൻ്റെ കാര്യത്തിലും വരുന്നത്. വെബ് പേജിൻ്റെ കേസിലും നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് ഫോംസ് യൂസ് ചെയ്യുന്നത്. ആ ഫോംസിൽ ഡിഫറെൻറ്റ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടാഗ്സ് ആണ് ഫോം എലിമെൻറ്റ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോം ടാഗ് വിച്ച് ഈസ് ദി main or root tag in the form tags which is used to define the form. Next is input tag. The input tag is used to add most of the controls in the form such as text box, password field, checkbox, radio button. Such controls are added using the type attribute of the input tag. Next is text area which is used to give multi-line input control. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് വരുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കണം. ആ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബോക്സ് ആണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് സിംഗിൾ ലൈൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ഏരിയയിലാവുമ്പോൾ നമുക്ക് മോർ ദാൻ വൺ ലൈൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ലാബൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ ലാബൽ ഫോർ ആൻ ഇൻപുട്ട് എലിമെൻറ്റ്. Next is field set. Field set is used to group related elements in a form. അതായത് നമ്മളിപ്പം പേഴ്സണൽ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ അതേപോലെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം. അവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫീൽഡ് സെറ്റ് ടാഗ്. ആ ഫീൽഡ് സെറ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യും. ആ കാറ്റഗറൈസ് ചെയ്ത കാര്യത്തിന് ഒരു ക്യാപ്ഷൻ കൊടുക്കണം. ആ ക്യാപ്ഷൻ കൊടുക്കാനാണ് നമ്മൾ ലെജൻഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സെലക്ട് ടാഗ്. സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ആഡ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇൻ എ വെബ് പേജ്. അതായത് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കളക്ഷൻ ഓഫ് ലിസ്റ്റ് കാണിക്കണം. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. അതിനാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓപ്ഷൻസ് ഇൻ എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഗ്രൂപ്പായിട്ട് കാണിക്കണം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സപ്പോസ് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൊമേഴ്സിലെ ബുക്സ് ഉണ്ടാവാം, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിലെ ബുക്സ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് അതിലത്തെ ഐറ്റംസിനെ ജസ്റ്റ് കാണിക്കാം. അതേപോലെ നെക്സ്റ്റ് കൊമേഴ്സിൻ്റെതിനെ സെപ്പറേറ്റ് ആയിട്ടും കാണിക്കാം. അത് രണ്ടും സെയിം ലിസ്റ്റിൽ വരും. അതിന് ജസ്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടാഗ്. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ഓപ്ഷൻസ് ഇൻ എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സെലക്ട് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസ് വരില്ല. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആകുമ്പോൾ അതിൽ ഓപ്ഷൻസ് വരണം. അപ്പോൾ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ എന്തൊക്കെ ഓപ്ഷൻസ് വരണം, ആ ഓപ്ഷൻസ് ആഡ് ചെയ്യാനാണ് നമ്മൾ ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാഗ് ഈസ് ബട്ടൺ ടാഗ് വിച്ച് ഡിഫൈൻസ് എ ക്ലിക്കബിൾ ബട്ടൺ. അതായത് നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യണം. സച്ച് ടൈപ്പ് ഓഫ് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനാണ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡാറ്റ ലിസ്റ്റ് which specifies a list of
പ്രീഡിഫൈൻഡ് ഓപ്ഷൻസ് ഫോർ ഇൻപുട്ട് കൺട്രോൾസ്. നമ്മളിപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലൊക്കെ ഒരു ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കാണിക്കും. അതേപോലെ നമുക്കൊരു ഇൻപുട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇൻഫർമേഷൻസ് കാണിക്കണം, അല്ലെങ്കിൽ ലിസ്റ്റ് കാണിക്കണം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് ടാഗ്, വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻസ് ദ റിസൾട്ട് ഓഫ് എ കാൽക്കുലേഷൻ. നമുക്കിപ്പോൾ ഫോമിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്തു, അതിൻ്റെ റിസൾട്ട് കാണിക്കണം, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ടാഗ്. നെക്സ്റ്റ് ഈസ് കീജൻ ടാഗ്, which is used for generating a public-private key pair, which is used for security purposes. Next is meter tag, which represents scalar measurement within a known range. ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള സ്കാലാർ മെഷർമെൻറ്റ് കാണിക്കണം. 1, 2 ആ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു റേഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു സ്കെയില് പോലെ കാണിച്ചിട്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മീറ്റർ ടാഗ്. അപ്പോൾ ഇതിൽ ഡാറ്റ ലിസ്റ്റ്, ഔട്ട്പുട്ട്, കീജൻ, മീറ്റർ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഈസ് മീഡിയ എലിമെൻറ്റ്സ്. എന്താണ് മീഡിയ എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ, മീഡിയ എലിമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ആഡ് മീഡിയ ഇൻ ടു എ വെബ് പേജ്. അതായത് നമുക്ക് ഓഡിയോ ഫയൽസ് അല്ലെങ്കിൽ വീഡിയോ ഫയൽസ്, അത്രയും ഫയൽസ് നമുക്ക് വെബ് പേജിലേക്ക് ആഡ് ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടാഗ്സ് അല്ലെങ്കിൽ എലിമെൻസിനെയാണ് മീഡിയ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓഡിയോ, വിച്ച് ഈസ് യൂസ്ഡ് ടു എംബഡ് ആൻ ഓഡിയോ ഫയൽ ഇൻ ടു എ വെബ് പേജ്. നെക്സ്റ്റ് ഈസ് വീഡിയോ, വിച്ച് ഈസ് യൂസ്ഡ് ടു ആഡ് വീഡിയോ ടു എ വെബ് പേജ്. അതായത് നമുക്ക് വെബ് പേജിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് വീഡിയോ ടാഗ്. നെക്സ്റ്റ് ഈസ് എംബഡ് ടാഗ്, വിച്ച് ഈസ് used to define a container for an external source. By using this, we can add audio or video into a web page. Next is source tag, which is used to specify multiple resources of media for the media elements like audio and video. അതായത് നമ്മൾ ഓഡിയോ എലിമെൻറ്റ്, വീഡിയോ എലിമെൻറ്റ്, ആ ടാഗ്സിനൊക്കെയുള്ള സോഴ്സസ്, ലിസ്റ്റ് ഓഫ് സോഴ്സസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാക്ക് ടാഗ്, വിച്ച് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ടെക്സ്റ്റ് ട്രാക്സ് ഫോർ ഓഡിയോ ആൻഡ് വീഡിയോ ടാഗ്സ്. അതായത് നമുക്കിപ്പം വീഡിയോ ഫയൽസൊക്കെ ആണെങ്കിൽ വീഡിയോ ഫയൽസിനോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽസിലൊക്കെ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്നൊരു ടാഗാണ് ട്രാക്ക് ടാഗ്. ഓക്കെ, ഇത്രയുമാണ്